ഹലോ ഗായ്സ്, ഇത് ഇന്നലെ വാങ്ങിയ ചീരേൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. അപ്പോൾ അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് കുഴിച്ചിടാൻ പോവുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചില സ്ഥലങ്ങളിലാട്ടോ അധികം വെയിൽ കിട്ടുന്ന സ്ഥലം. അവിടെയാണെങ്കിൽ അച്ഛന് കറിവേപ്പിൻ്റെ ഇല നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നട്ടാൽ അച്ഛന് കറിവേപ്പിൻ്റെ ഇലയ്ക്ക് വെള്ളം ഒഴിച്ചെടുക്കുമ്പം ഇതിനും നനവ് കിട്ടിക്കോളും. എന്നാൽ പിന്നെ അവിടെ തന്നെ നടാമെന്ന് വിചാരിച്ച് വേഗം ചൂലെടുത്തോടുന്ന് കരിയിലൊക്കെ മാറ്റി കൈക്കോട്ടുകൊണ്ട് മണ്ണൊക്കെ ഇളക്കി നല്ല പോലെ വൃത്തിയാക്കി കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഉണ്ടായിരുന്നു അവിടെ വീട്ടിൽ. അപ്പോൾ അതൊന്ന് കുറച്ച് ചാണകപ്പൊടി എടുത്തുകൊടുന്നു. 2 ദിവസം മുന്നേ നല്ല കരിയില വീണത് കാരണം ഞാനതൊക്കെ കൂട്ടി കത്തിച്ചിരുന്നേ. അപ്പോൾ അതിൻ്റെ ചാരം കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്തേക്ക്. അപ്പോൾ നിങ്ങൾ ബാക്കി വന്ന ചീരേൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ കുഴിച്ചിടാറുണ്ടോ? കുഴിച്ചിടലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതിന് എന്തൊക്കെ ടിപ്സാണ് ഉപയോഗിക്കലെന്നുണ്ടെങ്കിലോ അതും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിത് എൻ്റെ ചീര കുഴിച്ചിടട്ടെ. അപ്പം ചീരേൻ്റെ അപ്ഡേഷൻ ഇനിയുള്ള വീഡിയോസിലൊക്കെ കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല. താങ്ക് യു, ടാറ്റാ.